നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജനങ്ങൾക്ക് പിന്നെയും തിരിച്ചടിയായി കേരളത്തിൽ പാചകവാതക വില വീണ്ടും കൂട്ടുകയാണ്. കേരളത്തിൽ 2000-നടുത്തേക്ക് കുതിച്ചുയരുന്ന സൂചനയാണ് ലഭിക്കുന്നത്. വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക വിലയാണ് വർദ്ധിച്ചിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിന് കൊച്ചിയിൽ ഇന്ന് 6 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. അതോടുകൂടി കൊച്ചിയിൽ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 1812 രൂപയായിട്ടാണ് കുതിച്ചുയർന്നത്. എന്നാൽ വീട്ടാവശ്യത്തിനായിട്ടുള്ള ഗാർഹിക ആവശ്യത്തിനായിട്ടുള്ള സിലിണ്ടർ വിലയിൽ മാറ്റമൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ തുടരുമെന്ന സൂചന നൽകുന്നുണ്ട്. കേരളത്തെ കൂടാതെ രാജ്യത്തെ മറ്റ് പല പ്രധാന നഗരങ്ങളിലും വാണിജ്യ സിലിണ്ടർ വിലയിൽ വലിയ വർധനമുണ്ടായിട്ടുണ്ട്. ചെന്നൈയിൽ 5 രൂപ 50 പൈസയാണ് വില കൂട്ടിയത്. ഇപ്പോഴത്തെ വില 1965 രൂപയാണ്. കേരളത്തിൽ 1812 രൂപയും. ഡൽഹിയിൽ 1797 രൂപയായിരുന്നത് 1803 രൂപയായി ഉയർന്നിട്ടുണ്ട്. 6 രൂപയുടെ വർധനവ് ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചതിന് മുന്നോടിയായി രാജ്യത്ത് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വിലയൊക്കെ തന്നെ കുറഞ്ഞിരുന്നു. എന്നാൽ അതിന് പിന്നാലെ കുത്തനെ വില വർദ്ധിക്കുകയാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. 19 കിലോ സിലിണ്ടറിൻ്റെ വിലയിൽ 7 രൂപയുടെ കുറവന്ന് സംഭവിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും 7 രൂപയ്ക്ക് അടുത്ത് വില വർദ്ധിക്കുന്നു. അപ്പോഴും ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വിലയിൽ മാറ്റമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൊച്ചിയിൽ 6 രൂപ കുറഞ്ഞത് 1806 രൂപയായിരുന്നു. ഡൽഹിയിൽ വില 1804 രൂപയിൽ നിന്നും 1797 രൂപയായി കുറഞ്ഞു. ചെന്നൈയിൽ 1966 രൂപയുണ്ടായിരുന്നത് 1959 രൂപയായി കുറഞ്ഞിരുന്നു. പാചകവാതക വിലകൾ എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയുമാണ് സാധാരണഗതിയിൽ പരിഷ്കരിക്കുന്നത്. അന്താരാഷ്ട്ര എണ്ണ വിലയിലെ മാറ്റങ്ങൾ, നികുതി മാനദണ്ഡങ്ങൾ, സപ്ലൈ ഡിമാൻഡ് ഇതൊക്കെ തന്നെയാണ് ഘടകങ്ങളായി കണക്കിലെടുത്ത് എണ്ണ വിപണന കമ്പനികൾ ഓരോ മാസവും വിലയിൽ മാറ്റം വരുത്താറുള്ളത്. അതേസമയം യുഎഇയിൽ മാർച്ച് മാസത്തെ ഇന്ധനവില പ്രഖ്യാപിച്ചതും ഇതിന് പിന്നാലെ വാർത്തയായി വരുന്നുണ്ട്. ഈ മാസം ഇന്ധനവിലയിൽ കുറവുണ്ടായിട്ടുണ്ട്. യുഎഇ ഇന്ധനവിലയിൽ നിർണായക സമിതിയാണ് പെട്രോൾ ഡീസൽ വില തീരുമാനിക്കുന്നത്. ഇന്നു മുതൽ പുതിയ ഇന്ധനവില പ്രാബല്യത്തിൽ വന്നു. പുതിയ ഇന്ധനവില അനുസരിച്ച് സൂപ്പർ 98 പെട്രോൾ ലിറ്ററിന് 2.73 ദിർഹമാണ്. ഫെബ്രുവരി മാസം 2.74 ദിർഹമായിരുന്നു പുതിയ നിരക്ക്. ഡീസൽ ലിറ്ററിന് 2.77 ദിർഹമാണ് നിരക്ക്. ഫെബ്രുവരിയിൽ ഇത് 2.82 ദിർഹമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.